നമസ്കാരം. പ്രധാന വാർത്തകൾ. LDF ഭരിക്കുന്ന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി. CPI അംഗം ജോർജ് തച്ചമ്പാറ അംഗത്വം രാജിവെച്ച് BJPയിൽ ചേർന്നു. 8 അംഗങ്ങളുണ്ടായിരുന്ന പഞ്ചായത്തിൽ LDFന് ഭൂരിപക്ഷം നഷ്ടമായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. LDF അംഗങ്ങളാണ് അവഗണിക്കുന്നുവെന്ന ആരോപണവുമായി ഭരണസമിതിയിൽ പ്രതിഷേധിച്ചത്. യോഗം അലങ്കോലമാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ഭരണസമിതി. കടമ്പടിപ്പുറത്ത് 2 പേർക്ക് വെട്ടേറ്റു. സുഹൃത്തുക്കളായ പ്രസാദ്, ടോണി എന്നിവർക്കാണ് വെട്ടേറ്റത്. അക്രമത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കങ്ങളെന്ന് സൂചന. മഴ ശക്തിയാർജിച്ചതോടെ ചെളിക്കുളമായി വാണിയംകുളം കന്നുകാലി ചന്ത. ചളിയും മാലിന്യവും കോതകുറിശി റോഡിലേക്കും ഒലിച്ചെത്തുന്നു. ചന്തയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് വീഴ്ച വരുത്തുന്നതായി കച്ചവടക്കാർ. ചന്ത നവീകരിക്കാൻ സർക്കാർ 1 കോടി രൂപ അനുവദിച്ചതായി പഞ്ചായത്ത്. കുമരമ്പത്തൂർ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാടകീയത. അവസാന നിമിഷം പ്രസിഡന്റ് പദവി CPIക്ക് നൽകി CPM. ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനമെന്ന് CPM ഏരിയ സെക്രട്ടറി. വിശദമായ വാർത്തകളിലേക്ക്. LDF ഭരിക്കുന്ന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ CPI അംഗം സ്ഥാനം രാജിവെച്ചു. 4-ാം വാർഡ് കോഴിയോട് നിന്നുള്ള അംഗം ജോർജ് തച്ചമ്പാറയാണ് അംഗത്വം രാജിവെച്ചത്. ഇതോടെ 8 അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്ന പഞ്ചായത്തിൽ LDFന് ഭൂരിപക്ഷം നഷ്ടമായി. BJPയിൽ ചേർന്നതായി രാജിവെച്ച ശേഷം ജോർജ് തച്ചമ്പാറ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് 4-ാം വാർഡ് കോഴിയോട് നിന്നുള്ള അംഗം ജോർജ് തച്ചമ്പാറ അംഗത്വം രാജിവെച്ചത്. BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് തന്റെ തീരുമാനമെന്ന് രാജിവെച്ച ശേഷം ജോർജ് തച്ചമ്പാറ പറഞ്ഞു. തച്ചമ്പാറ പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഞാനും എൻ്റെ സഹപ്രവർത്തകരും തീരുമാനിച്ചിരിക്കുകയാണ്. പാലക്കാട് BJPയുടെ ആസ്ഥാനത്ത് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻജി ഞങ്ങളെ ഷാളണിയിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് ഇന്ന് ആനയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി ഈ പാർട്ടി പ്രവേശനം ഞങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതോടെ 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFന് ഭൂരിപക്ഷം നഷ്ടമായി. 8 അംഗങ്ങളുടെ പിന്തുണയിലാണ് പഞ്ചായത്ത് LDF ഭരിച്ചിരുന്നത്. CPM 4, കേരള കോൺഗ്രസ് M 2, LDF സ്വതന്ത്രൻ 1, CPI 1 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഇതിൽ 5-ാം വാർഡിൽ നിന്നുള്ള CPM അംഗം ജോസഫ് അടുത്തിടെ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ CPI അംഗം ജോർജ് തച്ചമ്പാറ രാജിവെച്ചതോടെ LDF അംഗസംഖ്യ 6 ചുരുങ്ങി. 7 അംഗങ്ങളുള്ള UDFനാണ് നിലവിൽ പഞ്ചായത്തിൽ മേൽക്കൈ. മെമ്പർ മരണപ്പെട്ട 5-ാം വാർഡിൽ ഈ മാസം 30-നാണ് ഉപതെരഞ്ഞെടുപ്പ്. ഇതിൽ വിജയിച്ചാലും LDFന് ഭരണം നിലനിർത്താൻ 1 അംഗത്തിൻ്റെ കൂടി പിന്തുണ ആവശ്യമായി വരും. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പ്രസിഡന്റിനെതിരെ UDF അവിശ്വാസം കൊണ്ടുവരാനും ആലോചനയുണ്ട്. ഇങ്ങനെയെങ്കിൽ പഞ്ചായത്തിൽ വരും ദിവസങ്ങളിൽ ചരടുവലികൾ ശക്തമാകും. ജോർജ് തച്ചമ്പാറയുടെ രാജിയോടെ നിലവിൽ പഞ്ചായത്ത് ഭരണം തുലാസിലായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. കഴിഞ്ഞ ദിവസം നടന്ന കർഷക സഭയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിച്ചുവെന്നാരോപിച്ചായിരുന്നു LDF അംഗങ്ങളുടെ പ്രതിഷേധം. എന്നാൽ LDFനുള്ളിലെ പ്രശ്നങ്ങളാണ് പ്രതിഷേധത്തിന് പിന്നിലെന്ന് UDF അംഗങ്ങൾ ആരോപിച്ചു. വ്യാഴാഴ്ച രാവിലെ ചേർന്ന പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലായിരുന്നു ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ കയ്യാങ്കളി. യോഗം ആരംഭിച്ചപ്പോൾ തന്നെ തങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കാണിച്ച LDF അംഗങ്ങൾ രംഗത്തെത്തുകയായിരുന്നു. എന്നാൽ അജണ്ടയിലില്ലാത്ത വിഷയം പിന്നീട് സംസാരിക്കാമെന്നായിരുന്നു ഭരണപക്ഷത്തിൻ്റെ നിലപാട്. ഇതോടെയാണ് തർക്കം ഉടലെടുത്തത്. ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങി. കഴിഞ്ഞ ദിവസം ബ്ലോക്കിൽ നടന്ന കർഷക സഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഭരണസമിതി യോഗം ബഹളത്തിൽ മുങ്ങാൻ ഇടയാക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ അവഗണിക്കുന്ന സമീപനമാണ് ബ്ലോക്ക് അധികൃതർ ഗ്രാമസഭയിൽ സ്വീകരിച്ചതെന്നായിരുന്നു ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ ആരോപണം. ഇക്കാര്യം ഭരണസമിതി യോഗം ചർച്ച ചെയ്യണമെന്നായിരുന്നു അംഗങ്ങളുടെ ആവശ്യം. ഇതിന് ഭരണപക്ഷം തയ്യാറാവാത്തതിനാൽ ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് അംഗങ്ങളും യോഗം ബഹിഷ്കരിച്ചു. പ്രോട്ടോകോൾ പാലിക്കാൻ ബ്ലോക്ക് ഭരണസമിതി തയ്യാറായില്ലെന്നാണ് ആരോപണം. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളുടെ ഇടതുപക്ഷ അംഗങ്ങളെ ഇന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോരുകയുണ്ടായത്.
അതിനുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസം ADA വിളിച്ച കർഷക സഭ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേരുകയുണ്ടായി. അതില് സ്വാഗതം പറഞ്ഞപ്പോൾ തന്നെ പ്രോട്ടോകോൾ ലംഘനം ADA നടത്തിയിട്ടുണ്ട്. ഞങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഇരുത്തി കൃഷി ഓഫീസറായ ഉദ്യോഗസ്ഥനെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് അധ്യക്ഷനായി തെരഞ്ഞെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഉദ്ഘാടനം കഴിഞ്ഞ് ആശംസയ്ക്ക് വിളിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഞങ്ങൾ ഇരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെ വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ കർഷകർ പങ്കെടുത്ത കർഷകരുടെ നിരവധി വിഷയങ്ങള് വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് കർഷകർ നമ്മുടെ നാട്ടില് ഈ പ്രവൃത്തി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ആശങ്കകളും അതിനുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്യാനാണ് ഈ ADA തലത്തിൽ ബ്ലോക്ക് തലത്തിൽ കർഷകരുടെ മഹാസഭയാണ് വിളിച്ചിരുന്നത്. പക്ഷെ അതിനെ വളരെ നിസ്സാരമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് കണ്ടിരുന്നത്. വളരെ ചെറിയ രീതിയിൽ വളരെ ചുരുങ്ങിയ സമയം. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിപാടികളിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മുൻഗണന കൊടുക്കുന്ന പ്രോട്ടോകോൾ ഇല്ലെന്നും അനാവശ്യമായാണ് LDF ജനപ്രതിനിധികൾ ഭരണസമിതി യോഗം അലങ്കോലപ്പെടുത്തിയതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠനും വൈസ് പ്രസിഡന്റ് KA റഷീദും വ്യക്തമാക്കി. അജണ്ട ചർച്ച ചെയ്തതിനു ശേഷം ഈ വിഷയം പരിഗണിക്കാമെന്ന് അറിയിച്ചതാണെന്നും ഇവർ വ്യക്തമാക്കി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ മാസത്തെ ആദ്യത്തെ യോഗമായിരുന്നു നടന്നിരുന്നു, ബോർഡ് യോഗം. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കുലിക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ പ്രസിഡന്റുമാർ വന്നിട്ട് യോഗത്തിൽ അവരെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീട്ടു നിൽക്കുകയും അപ്പോൾ അജണ്ടയ്ക്ക് ശേഷമാണ് അത് എടുക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. പക്ഷെ അത് കേൾക്കാതെ അവർ കയറി വന്ന് ഞങ്ങളുടെ രേഖകളും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ തട്ടി മാറ്റി അതിക്രമിച്ച് കയറിയാണ് ഉണ്ടായത്. അപ്പോൾ അജണ്ട കീറിക്കളഞ്ഞു. സാധാരണ ഒരു യോഗത്തിൽ അജണ്ടയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അവരതിനു മുന്നേ കയറി ഇത്തരത്തിലുള്ളൊരു ആക്രമണമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. നിലവിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രതിപക്ഷാംഗങ്ങൾ യോഗം അലങ്കോലപ്പെടുത്തി എന്നുള്ളത്. പ്രതിപക്ഷാംഗങ്ങൾ ഞങ്ങൾ പിന്നെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരൊക്കെ ഇരിക്കുന്നിടത്തേക്ക് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വരികയും അതിനു മുമ്പേ അജണ്ട പൊതുവെ ഒരു 7 ദിവസം മുമ്പേ ഇഷ്യൂ ചെയ്തതാണ് നമ്മളുടെ നോട്ടീസ്, ഭരണസമിതി യോഗത്തിന്റെ നോട്ടീസ്. അതിൽ കൃത്യമായി 7ഓളം അജണ്ടകളുണ്ട്. നിലവിൽ ആ അജണ്ടകൾ ചർച്ചകൾക്ക് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പ്രസിഡന്റ് അനുവദിക്കുകയാണെങ്കിൽ മറ്റു ചർച്ചകൾ നടത്താം. അതിനു മുമ്പേ ഇവർ അജണ്ട ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് എണീക്കുകയും ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അതൊരു അപൂർവമായിട്ടാണ്, അങ്ങനെ ഉണ്ടാവാറില്ല. എന്നിട്ട് പ്രസിഡന്റ് അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞ അജണ്ടകൾ ചർച്ച കഴിയട്ടെ എന്ന് പറഞ്ഞു. അതിന് നിൽക്കാതെ അവർ ഡാഷിലേക്ക് വരികയും പ്രസിഡന്റിനെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ഞങ്ങളുടെ മൊബൈലുകൾ എടുത്തെറിഞ്ഞു. ഞങ്ങളുടെ പോക്കറ്റിലൊക്കെ ഉണ്ടായിരുന്ന കടലാസുകളൊക്കെ വലിച്ചെറിഞ്ഞു. അജണ്ട നോട്ടീസ് കീറി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പല രേഖകളും പിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. കടമ്പഴിപ്പുറം ബാർ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ച് 2 പേർക്ക് വെട്ടേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ 3:30 സംഭവം. നരിയമ്പാടം ഇലിയക്കോട്ടിൽ പ്രസാദ്, സുഹൃത്ത് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ ടോണി എന്നിവർക്കാണ് വെട്ടേറ്റിട്ടുള്ളത്. സാമ്പത്തിക തർക്കങ്ങളാണ് അക്രമത്തിന് പിന്നിലെന്ന് സൂചന. പോലീസ് അന്വേഷിച്ചു വരികയാണ്. കടമ്പഴിപ്പുറം വേട്ടക്കര റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുളക്കാട്ടുകുറിശി പൂവത്തുംകുഴിയിൽ സ്റ്റെനോ എന്നയാളുടെ വീട്ടിലേക്ക് പുലർച്ചെ ഒരു സംഘം ആളുകൾ വന്ന് വാതിലിൽ മുട്ടുകയും വാതിൽ തുറക്കാതായപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. ആളുകൾ അന്വേഷിച്ചു വന്ന വിവരം സ്റ്റെനോയുടെ കസിൻ ടോണിയോടും സുഹൃത്ത് പ്രസാദിനോടും പറയുകയും അവർ സ്റ്റെനോയുടെ വീട്ടിലേക്ക് ഈ വിവരത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സ്കൂട്ടറിൽ വരുന്ന വഴിക്കാണ് സംഭവം. തിരിച്ചു വന്ന സംഘം ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് പറഞ്ഞു. കൈകളിലും കാലിലും വെട്ടേറ്റ ടോണിയുടെ പരിക്ക് ഗുരുതരമാണ്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പ്രസാദ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുമരമ്പത്തൂർ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും നാടകീയത. പ്രസിഡന്റായി CPIയിലെ PM ബാബു തെരഞ്ഞെടുക്കപ്പെട്ടു. അവസാന നിമിഷം വരെ CPM പ്രതിനിധി പ്രസിഡന്റാകുമെന്നായിരുന്നു ധാരണ. വ്യാഴാഴ്ച രാവിലെ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 11-അംഗ ഭരണസമിതിയിലെ 9 പേരാണ് പങ്കെടുത്തത്. CPM ഡയറക്ടർമാരായ സുജാത, നിഷാദ് എന്നിവർ യോഗത്തിനെത്തിയിരുന്നില്ല. 9 പേരുടെ പിന്തുണയോടെ CPIയിലെ ബാബു പ്രസിഡന്റായി. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുൻപ് LDF യോഗം നടക്കുന്നതുവരെ പ്രസിഡന്റ് പദവി CPMനാണെന്നായിരുന്നു ധാരണ.
യോഗം നടക്കുന്നതിന് തൊട്ടുമുമ്പായി CPM ജില്ലാ നേതൃത്വം ഇടപെട്ടാണ് പ്രസിഡന്റ് പദവി CPIക്ക് നൽകാൻ തയ്യാറായത്. CPM ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം CPM ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണൻ അറിയിച്ചപ്പോഴാണ് ഡയറക്ടർമാർ പോലും ഇക്കാര്യം അറിഞ്ഞത്. ഇടതുമുന്നണി ജില്ലാ നേതൃത്വം നേരത്തെ എടുത്ത തീരുമാനം നടപ്പാക്കുകയാണെന്നും പ്രസിഡന്റ് പദവി CPIക്ക് നൽകാൻ ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നുവെന്നും CPM ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണൻ പറഞ്ഞു. LDFന്റെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഹൗസിംഗ് സൊസൈറ്റിയുടെ ഭരണം CPI കൈകാര്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ ഒരു വർഷം CPIക്ക് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാൻ വേണ്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി തീരുമാനം, LDFന്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ അഭ്യർത്ഥനയനുസരിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി തീരുമാനം പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന മനോമോഹനെ പിന്നീട് ചേർന്ന യോഗത്തിൽ അറിയിച്ചു. ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെ യോഗം കഴിഞ്ഞ സെപ്റ്റംബർ 30 ചേർന്നപ്പോൾ ആ ഭരണസമിതി അംഗങ്ങളുടെ യോഗത്തിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനം CPIക്ക് കൊടുക്കാനുള്ള തീരുമാനത്തിനെ എതിർത്തുകൊണ്ട് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പാർട്ടി തീരുമാനം ലംഘിച്ചുകൊണ്ട് ബാങ്കിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏകപക്ഷീയമായിട്ട് എടുക്കേണ്ടായി. ആ തീരുമാനം പിന്നീട് ചേർന്ന പാർട്ടിയുടെ വിവിധ കമ്മിറ്റികൾ ചർച്ച ചെയ്തു. മനോമോഹനോട് പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. കുറേ കാലമായി രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടെങ്കിലും ഈ അടുത്ത ദിവസമാണ് രാജി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മനോമോഹൻ കൊടുത്തത്. ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കാനുള്ള ഭരണസമിതി യോഗം ഇന്ന് ചേരുമ്പോൾ LDFന്റെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം കുമരമ്പത്തൂർ ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം ഒരു വർഷത്തേക്ക് CPIക്ക് ധാരണയാണ്. ആ തീരുമാനം നടപ്പാക്കണമല്ലോ. അപ്പോൾ ആ തീരുമാനം നടപ്പാക്കുക എന്നുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ ചുമതലയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുമരമ്പത്തൂർ ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് CPIക്ക് കൊടുക്കാനും SOIPയുടെ നോമിനിയായിട്ടുള്ള സഖാവ് ബാബുവിനെ പ്രസിഡന്റായി തീരുമാനിക്കാനാണ് ഇന്ന് ചേർന്ന LDFന്റെ യോഗം തീരുമാനിച്ചത്. 11-അംഗ ഭരണസമിതിയിൽ CPMന് 8 പേരും CPIക്ക് 3 പേരുമാണ് ഉള്ളത്. പ്രസിഡന്റ് പദവി ആദ്യത്തെ ഒരു വർഷം CPIക്ക് നൽകാൻ ജില്ലാ LDF നേരത്തെ തീരുമാനിച്ചിരുന്നു. പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയ സെപ്റ്റംബർ 30 നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ PK ശശിയെ അനുകൂലിക്കുന്ന CPMലെ 6 ഡയറക്ടർമാർ മുന്നണി തീരുമാനം അട്ടിമറിച്ച് P മനോമോഹനെ പ്രസിഡന്റാക്കുകയായിരുന്നു. എന്നാൽ മനോമോഹനെ അന്ന് പിന്തുണച്ച ഒരംഗം മറുപക്ഷത്തേക്ക് മാറിയതോടെ ഇക്കഴിഞ്ഞ 25-ന് മനോമോഹൻ രാജിവെച്ചു. ഈ ഒഴിവിലേക്കാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നത്. ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഒരു വർഷം പ്രസിഡന്റ് പദവി നൽകിയാൽ മതിയെന്ന് CPI നേതൃത്വം അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് CPM പ്രതിനിധി തന്നെ പ്രസിഡന്റ് ആകട്ടെ എന്ന ധാരണയിലെത്തിയിരുന്നത്. ഈ ധാരണയാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ പൊളിഞ്ഞത്. CPM ഔദ്യോഗിക പക്ഷത്തെയാൾ തൽക്കാലത്തേക്കെങ്കിലും പ്രസിഡന്റ് പദവിയിൽ വരുന്നത് ഒഴിവായ ആശ്വാസത്തിലാണ് വിമതപക്ഷം. കുമരംപുത്തൂർ സഹകരണ ബാങ്കിന്റെയും ഹൗസിംഗ് സൊസൈറ്റിയുടെയും പ്രസിഡന്റ് പദവിയിൽ എത്തിയതിന്റെ സന്തോഷത്തിലാണ് CPI. നീറ്റ് പരീക്ഷ താറുമാറായ സാഹചര്യത്തിൽ NTA സംവിധാനം ഒഴിവാക്കണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് SFIയുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബന്ദ് നടത്തി. പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സമരത്തെ തുടർന്ന് വിദ്യാർത്ഥിനികളെ വിട്ടയച്ചു. ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിച്ചുവെങ്കിലും വിദ്യാർത്ഥികൾ കുറവായിരുന്നു. വൻ പോലീസ് സന്നാഹം വിദ്യാലയങ്ങളുടെ പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് വ്യക്തമായ സാഹചര്യത്തിൽ NTA സംവിധാനം ഒഴിവാക്കണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് SFI അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബന്ദ് നടത്തിയത്. സംസ്ഥാന വ്യാപകമായി സമരം നടന്നു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ സംഘടിച്ച് മുദ്രാവാക്യം വിളിച്ചു. ഒന്നര മണിക്കൂറോളം വിദ്യാർത്ഥികൾ മുദ്രാവാക്യം തുടർന്നു. സ്കൂൾ കോമ്പൗണ്ടിനകത്താണ് പ്രതിഷേധം നടന്നത്. ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. സ്കൂളിലും പരിസരത്തുമായി വൻ പോലീസ് സന്നാഹം നിലയുറച്ചിരുന്നു. സമരം വിദ്യാർത്ഥികളുടെ ഹാജർ നില കുറയുന്നതിന് കാരണമായി. വിദ്യാർത്ഥികളുടെ പഠനത്തെയും ഇത് ബാധിച്ചു. സമരത്തെ തുടർന്ന് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ വിട്ടയച്ചു. പെരിന്തൽമണ്ണ നഗരത്തിലും പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി. PTA ഗവൺമെന്റ് കോളേജ്, അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ SFI പ്രതിഷേധിച്ചു. നീറ്റ് പരീക്ഷകൾ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകുക, PhD പ്രവേശനത്തിന് നിർബന്ധിത നെറ്റ് സ്കോർ സംവിധാനം പിൻവലിക്കുക,
നിലവിലുള്ള പ്രവേശന നടപടികൾക്ക് പകരം കേന്ദ്രീകൃത പ്രവേശന പരീക്ഷകൾ നടത്താനുള്ള ശ്രമങ്ങളിൽ നിന്നും പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് നടത്തിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മഴ ശക്തിയായതോടെ ചളിക്കുളമായി വാണിയംകുളം കന്നുകാലി ചന്ത. വ്യാഴാഴ്ച വാണിയംകുളം ചന്തയിൽ ചെളി നിറഞ്ഞ് നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയായിരുന്നു. വൈക്കോലും ചെളിയും കന്നുകാലികളുടെ ചാണകവും കലർന്നതോടെ നടക്കുന്നവർ പലരും തെന്നി വീഴുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇതോടെ ചെളിയിലൂടെ നടക്കാൻ പോലുമാകാതെ കച്ചവടക്കാരും കന്നുകാലികളും ദുരിതത്തിലായി. ആഴ്ചയിൽ കോടികളുടെ കച്ചവടം നടക്കുന്നിടത്താണ് ഈ സ്ഥിതി. ഇനിയും ശക്തമായി മഴ പെയ്താൽ ചാണകവും വൈക്കോലും കുഴഞ്ഞ അവസ്ഥയിലായി മാലിന്യപ്രശ്നവും രൂക്ഷമാകുമെന്ന സ്ഥിതിയാണ്. ഇത് കൃത്യമായി ശുചിയാക്കാൻ പോലും സംവിധാനം ചന്തയിലില്ല. മഴ പെയ്താൽ ഈ മാലിന്യമെല്ലാം കുത്തിയൊലിച്ച് സമീപത്തെ കോതകുറിശി റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ്. ഇതോടെ വഴിയിലൂടെ പോകുന്ന കാൽനട യാത്രക്കാർക്കും ഈ ചെളി സഹിക്കണം. ഇവിടെ ചന്തയിൽ ഫുള്ള് ചളിയാണ്, ഒട്ടിനൊക്കെ ചളിയാണ്. അവിടെ പോത്ത് ചന്തയിലൊക്കെ മറ്റേ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. പഞ്ചായത്ത് ഇടപെട്ട് ക്ലിയർ ആയി തന്ന വേണ്ടിലായിരുന്നു. കേരളത്തിനു പുറമെ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുവരെ എല്ലാ ആഴ്ചയിലും വാണിയംകുളത്തേക്ക് ലോഡ് കണക്കിന് കാലികളെത്തുന്നുണ്ട്. എന്നാൽ വിൽപ്പനയ്ക്കെത്തുന്നവർക്ക് വൃത്തിയുള്ള ചുറ്റുപാടൊരുക്കാനോ മഴ പെയ്താൽ കയറി നിൽക്കുവാനോ ഇത്രയും കാലമായിട്ട് അധികൃതർ സൗകര്യമൊരുക്കിയില്ലെന്ന് ഇവർ പറഞ്ഞു. വൃത്തിയാക്കാനായിട്ടാണ് ഇത് കുറെ കാലം ഞങ്ങൾ പുറത്തിട്ടുണ്ടെങ്കിൽ ഇതാ അരക്കൊപ്പം ചളിയാണ് ഇവിടെ. മുട്ടിന് കന്ന് വരുന്നൊക്കെ നിങ്ങൾ കാണണ്ടേ, നമ്മൾ പറയുന്ന മണ്ടു നമുക്ക് കണ്ടാൽ തന്നെ അറിയില്ല. ഇവര് വൃത്തിയാക്കൂല. നമ്മൾ അവർ കുറെ വൃത്തിയാക്കാൻ അവർക്ക് വൃത്തിയാക്കാൻ വൃത്തിയാക്കിയില്ല. പക്ഷെ അവർ പൈസ ഇതാക്കുമ്പോൾ അവർ ആ പോത്തുകാരെ അവിടെ റെഡിയാക്കി, അവർക്ക് പേടിയുണ്ട്, അവർ റെഡിയാക്കി. ഇവിടെ മൂരികളെ അവിടെ റെഡിയാക്കിയില്ല. ഞങ്ങൾ ഏത് കാലം ചളി ഇവിടെ ഈ കൊല്ലൊന്നല്ല, ഈ ചന്ത തുടങ്ങിയ മുതലാണ് തന്നെയാണ്. അവര് വല്ലാണ്ട് പറഞ്ഞാൽ ഈ ചളി ഇവിടെ കോരി കൂട്ടും. 4 ദിവസം കഴിഞ്ഞാൽ കടന ഇറങ്ങി വരും ചളി. ഇത് ഇവിടുന്ന് കോരി ഒഴിവാക്കൂല അവര്. അതുപോലെ ഈ വണ്ടി വരുന്ന ചണ്ടി ഇവിടെ തട്ടാൻ പാടില്ല, അത് അവർ ഇവിടെ തട്ടിക്കോളാൻ പറയും. അത് പൈസ കൊടുത്തിട്ട് അവർ തട്ടിക്കോളാൻ പറയും. അവർക്കൊരു ബുദ്ധിമുട്ടില്ല, അവർ പൈസ കൊടുക്കാൻ നല്ല മുടുക്കന്മാരാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ചന്ത മാലിന്യപരിപാലന പ്രവർത്തനത്തിൽ 16.42 ലക്ഷം രൂപ വിനിയോഗിച്ച് പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചിരുന്നു. എന്നാൽ ബാക്കി ഭാഗങ്ങളുടെ പണികൾ പൂർത്തിയായില്ല. ബാക്കി ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നതിനും വിശ്രമസ്ഥലം ഉൾപ്പെടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ട പദ്ധതി രേഖകൾ പൂർത്തിയായതായും സർക്കാർ ഫണ്ടിൽ നിന്ന് കാലിച്ചന്ത നവീകരിക്കാൻ 1 കോടി രൂപ അനുവദിച്ചതായും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പെരിന്തൽമണ്ണയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരിക്കെ വിട പറഞ്ഞ PT അരുൺകുമാറിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ PT അരുൺകുമാർ സ്മാരക പുരസ്കാരം ഈ വർഷം നാടക പ്രവർത്തകൻ M പാർത്ഥസാരഥിക്ക് നൽകാൻ തീരുമാനിച്ചു. ജൂലൈ 26 നടക്കുന്ന PT അരുൺകുമാർ അനുസ്മരണ പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ PT അരുൺകുമാർ പുരസ്കാരത്തിന് നാടക പ്രവർത്തകൻ M പാർത്ഥസാരഥിയെ തിരഞ്ഞെടുത്തു. 30 വർഷത്തോളമായി നാടകത്തിനായി ജീവിതം സമർപ്പിച്ച പാർത്ഥസാരഥി അമേച്ചർ നാടകരംഗത്തും കുട്ടികളുടെ നാടകവേദിയിലും നടനായും സംവിധായകനായും സംഘാടകനായും പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി നാടകശില്പശാലകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ശ്രദ്ധേയങ്ങളായ നാടക സംഘങ്ങളിൽ പ്രവർത്തിച്ച കലാകാരനാണ്. വിവിധ നാടകങ്ങളിലെ കഥാപാത്രങ്ങൾ ഏറെ അംഗീകാരം നേടിയിട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്ത ചെറുകഥകളെ ആസ്പദമാക്കി പാർത്ഥസാരഥി ചെയ്തിട്ടുള്ള സോളോ പെർഫോമൻസുകൾ നാടകലോകത്ത് വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയവയാണ്. നിരവധി സിനിമകളിൽ ശ്രദ്ധേയങ്ങളായ വേഷങ്ങളും ലഭിക്കുകയുണ്ടായി. 2017 കേരള സംഗീത നാടക അക്കാദമി അമേച്ചർ നാടക മത്സരത്തിൽ മികച്ച നാടക നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കൊളത്തൂർ കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ബ്ലാക്ക് കർട്ടൻ നാടക സംഘത്തിന്റെ ഡയറക്ടറാണ്. C വാസുദേവൻ, PS വിജയകുമാർ, P മനോജ് കുമാർ എന്നിവരടങ്ങുന്ന വിധി നിർണയ കമ്മിറ്റിയാണ് പാർത്ഥസാരഥിയെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ജീവിതം നാടകമായി കൊണ്ടു നടക്കുന്ന പാർത്ഥസാരഥി മലയാള നാടകരംഗത്ത് നടത്തുന്ന പുതു അന്വേഷണങ്ങളും ദീർഘകാലമായി ചെയ്തു വരുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിനായി പരിഗണിച്ചതെന്ന് പുരസ്കാര നിർണയ കമ്മിറ്റി ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടതായി ഭാരവാഹികളായ PT അരുൺകുമാർ, സ്മാരക സാംസ്കാരിക സമിതി സെക്രട്ടറി P തുളസിദാസ്, ട്രഷറർ Dr. PV അരുൺ, K ജാഫർ, സജിത്ത് പെരിന്തൽമണ്ണ, PV ദേവിക, VC ശങ്കരനാരായണൻ എന്നിവർ അറിയിച്ചു. പുരസ്കാരം പെരിന്തൽമണ്ണ കൊളത്തൂരിൽ ജൂലൈ 26 നടക്കുന്ന PT അരുൺകുമാർ അനുസ്മരണ പരിപാടിയിൽ വെച്ച് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ഒറ്റപ്പാലം കണ്ണിയമ്പുറം പനമണ്ണ റോഡിലെ തോട്ടുപാലത്തിന്റെ തകർന്ന കൈവരികൾ ഉടൻ മാറ്റിസ്ഥാപിക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ അടക്കമുള്ള നഗരസഭാ അധികൃതർ പാലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പാലത്തിൽ അപകടങ്ങൾ പതിവായതോടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി തകർന്ന കൈവരികൾ മാറ്റിസ്ഥാപിക്കുന്നതിനായി നഗരസഭ ഒരുങ്ങുന്നു. ആദ്യഘട്ടമായി പാലത്തിന് സമീപമുള്ള കാട് മുഴുവൻ വെട്ടിവൃത്തിയാക്കുന്ന പ്രവൃത്തി പൂർത്തിയായി കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ തകർന്ന കൈവരികൾ മാറ്റിസ്ഥാപിക്കുമെന്നും കൂടാതെ സൈൻ ബോർഡുകൾ വയ്ക്കുമെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. പാലം അപകടാവസ്ഥയിൽ അല്ലെന്നും സന്ദർശന ശേഷം ചെയർപേഴ്സൺ കെ ജാനകിദേവി പറഞ്ഞു. പ്രധാന റോഡുകളിലെ റോഡുകളിൽ പ്രധാനപ്പെട്ട റോഡാണ് നമ്മുടെ പനമണ്ണ റോഡ്. നമ്മുടെ അരി ഗോഡൗൺ ഇവിടെ ഉണ്ട്. പിന്നെ ഒട്ടേറെ വാഹനങ്ങൾ മറ്റ് പഞ്ചായത്തുകളിലേക്ക് ഈ വഴി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പാലം അപകടാവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അപകടാവസ്ഥയിലല്ല. പാലത്തിന് അപകടമില്ല, അതിന് കേടുപാടുകളില്ല. അതിൻ്റെ ഹാൻഡ് റെയിലിനാണ് കേട്. അത് വണ്ടികൾ പോകുമ്പോൾ അതിൽ ഹാൻഡ് റെയിലിൻ്റെ തകരാറ് പറ്റിയിട്ടുണ്ട്, അപകടങ്ങൾ പറ്റുന്നുണ്ട്. അപ്പം അത് ഹാൻഡ് റെയിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിനീയർ കോൺട്രാക്ടറെ ഏൽപ്പിച്ച് അത് വർക്ക് നടത്തുന്നു. അതേപോലെ തന്നെ സൈൻ ബോർഡ് വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് വൈകുന്നേരം സൈൻ ബോർഡ് വയ്ക്കും. നഗരസഭയുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവൃത്തികൾ നടത്തുന്നത്. കൈവരികൾ തകർന്നതിനാൽ ഇടുങ്ങിയ പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകടത്തിന് കാരണമാകുന്ന സ്ഥിതിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ കാർ കൈവരിയിൽ ഇടിച്ച് അപകടം ഉണ്ടായിരുന്നു. ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി ലത, കെ അബ്ദുൽ നാസർ, വാർഡ് കൗൺസിലർ ശ്രീകുമാരൻ, നഗരസഭാ എഞ്ചിനീയർ ജയപ്രകാശ് എന്നിവർ ചെയർപേഴ്സണെ അനുഗമിച്ചു. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ കോട്ടയം എക്സ്പ്രസിന് നിർത്തലാക്കിയ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ചില്ല. കോവിഡ് കാലത്തിന് മുമ്പ് പാതയിലെ എല്ലാ സ്റ്റേഷനുകളിലും കോട്ടയം എക്സ്പ്രസിന് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിനുകൾ സർവീസ് ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കോട്ടയം എക്സ്പ്രസിന്റെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കാൻ നടപടിയെടുത്തിട്ടില്ല. നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാതയിലോടുന്ന കോട്ടയം എക്സ്പ്രസ് ട്രെയിനിനെ ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിച്ചിരുന്നു. കോവിഡ് കാലത്തിനു മുൻപ് നിലമ്പൂർ ഷൊർണൂർ പാതയിൽ കോട്ടയം എക്സ്പ്രസിന് എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. കോവിഡിന് ശേഷം ട്രെയിനുകൾ പുനരാരംഭിച്ചപ്പോൾ കോട്ടയം എക്സ്പ്രസിന്റെ സ്റ്റോപ്പുകൾ ഇല്ലാതാക്കി. വാണിയമ്പലം, അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമാണ് കോട്ടയം ട്രെയിനിന് നിലവിൽ സ്റ്റോപ്പ് ഉള്ളത്. കോട്ടയം എക്സ്പ്രസിലേക്കുള്ള യാത്രക്കാർ മറ്റു വാഹനങ്ങൾ മാർഗം അങ്ങാടിപ്പുറം, വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തേണ്ട സ്ഥിതിയാണ്. കോട്ടയം എക്സ്പ്രസിന് വേണ്ടി റൂട്ടിലെ പാസഞ്ചർ ട്രെയിനുകളിൽ ഷൊർണൂരിൽ എത്തുന്ന യാത്രക്കാരും നിരവധിയാണ്. ഇതേസമയം ഷൊർണൂർ പിന്നിട്ടാൽ കോട്ടയം ഭാഗത്തേക്കുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും കോട്ടയം എക്സ്പ്രസിന് സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പലതവണ റെയിൽവേ അധികൃതർക്ക് ജനപ്രതിനിധികളും യാത്രക്കാരും നിവേദനം നൽകിയിട്ടും സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ നടപടി ആയിട്ടില്ല. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വി കെ ശ്രീകണ്ഠൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കോളർഷിപ്പ് പരീക്ഷാ വിജയികളെയും അനുമോദിച്ചു. SSLC +2 വിജയികളെ അനുമോദിക്കുന്നതിനു വേണ്ടിയാണ് ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചത്. മികച്ച വിജയം നേടുന്ന കുട്ടികൾക്ക് ഇത്തവണയും ഡൽഹി സന്ദർശിക്കാൻ അവസരമൊരുക്കുമെന്ന് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. ഇൻസിഡൻസ് വേണമെന്നുള്ളത് 4 ഉടനെ തന്നെ അനുവദിക്കുമെന്നാണ് വിട്ടുപോയതാണ്. പിന്നെ മുരളി പറഞ്ഞ് കുറച്ച് കടന്ന കയ്യിൽ പോയി 190 പേരെയൊക്കെ പിന്നെ ഡൽഹി കൊണ്ടുവരുന്ന ഒരു ട്രെയിൻ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം, ശ്രീകൃഷ്ണപുരം സ്കൂളിൽ നിന്നും കഴിഞ്ഞ തവണ ആരെയും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇത്തവണ മികച്ച വിദ്യാർത്ഥികൾ, ഏറ്റവും മിടുക്കരായ 15 കുട്ടികളെ PTA പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷനായി. USS, NMMS, NCC എന്നിവയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, സ്കൂൾ മാനേജർ കെ രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ PS ആര്യ, പ്രധാനാധ്യാപിക NK സീന, വസന്തകുമാരി, B സുനിതാകുമാരി എന്നിവർ സംസാരിച്ചു. പാഠപുസ്തക കമ്മിറ്റി അംഗമായ ചിത്രകലാ അധ്യാപകൻ TK വിപിൻനാഥ്, വിജയശ്രീ കോർഡിനേറ്റർ M അജിത എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മുന്നൂർക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ മാസ്റ്റർ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. SSLCക്ക് തുടർച്ചയായി 100% വിജയം നേടുന്ന സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും, +2-ൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും, NMMS, USS സ്കോളർഷിപ്പ് ജേതാക്കൾക്കും ഉപഹാരങ്ങൾ നൽകി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട് അധ്യക്ഷനായി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അജിത്കുമാർ, PTA പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പൽ L ലതികകുമാരി, ഹെഡ് മിസ്ട്രസ് വിജയ V, അധ്യാപകരായ
സാംജി സാമുവൽ, ജയരാജ് കെ, മഞ്ജുഷ കെ എം, പ്രകാശ് കെ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ കണ്ണിയാർക്കാവ് കാവുണ്ട റോഡ് മഴ തുടങ്ങിയതോടെ ചെളിക്കുളമായി. റോഡിലെ ടാറിംഗ് ഇളകിപ്പോയി രൂപപ്പെട്ട കുഴികൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാവുകയാണ്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിത്യേന നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ് ഇത്. മഴ തുടങ്ങിയതോടെ റോഡിലാകെ വെള്ളക്കെട്ടും ചളിയുമാണ്. കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങൾക്കുമാണ് ഇത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. റോഡിലെ ടാർ ഇളകിപ്പോയി രൂപപ്പെട്ട വലിയ കുഴികൾ വാഹനങ്ങൾക്ക് അപകടക്കെണിയാവുകയാണ്. കുഴികളറിയാതെ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നതായും നാട്ടുകാർ പറയുന്നു. പഞ്ചായത്തിൻ്റെ അവഗണനയാണ് റോഡിൻ്റെ സ്ഥിതി ഇത്രയും ദയനീയമാക്കിയതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് വലിയ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായപ്പോൾ മണ്ണാർക്കാട്ടേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ ബദലായി ഉപയോഗിച്ചത് ഈ വഴിയാണ്. ഇതുകൂടിയായപ്പോൾ ഈ റോഡിൻ്റെ തകർച്ച പൂർണ്ണമായി. പഞ്ചായത്ത് ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ടി വരുമെന്നും നാട്ടുകാർ പറഞ്ഞു. കുലിക്കിലാട് UP, ഈശ്വരമംഗലം LP, ശ്രീകൃഷ്ണപുരം AUP സ്കൂള്, അതുപോലെ ഇവിടെ കല്യാണി കോളേജ്, അതുപോലെ HS, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾക്കും നടന്നു പോകണം. ഒരു ഓട്ടോറിക്ഷയിൽ പോലും ഒരു രോഗിയെ കൊണ്ടുപോകാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഈ റോഡിന് കാണാനുള്ളത്. ഇതിന് ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. മെയിൻ്റെനൻസ് ഫണ്ട് പറഞ്ഞിട്ട് പഞ്ചായത്തിലൊരു കാര്യമുണ്ട്. അത് ചെയ്യാനെങ്കിലും അവർ സന്നദ്ധനാവണമായിരുന്നു ഈ മഴക്കാലം വരുന്നതിന് മുമ്പ്. അതിന് മുമ്പേ ഞങ്ങൾ അവരോട് പറഞ്ഞതാണ് ഈ റോഡ് ഇത്രയും പരിതാപകരമായിട്ടാണ് നടക്കുന്നത്, അതുകൊണ്ട് ഇത് ഞാൻ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ MLA പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഫണ്ട് വെക്കുന്നുണ്ട്, ഞങ്ങൾ MLA കൊണ്ട് ഫണ്ട് അനുവദിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ മാർച്ച് 31 വരെ ഒരു പണിയും നടന്നില്ല. ഇപ്പോൾ ഇതിനെ യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ഇവിടെ മാത്രം എന്താ ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയുന്നില്ല. ഇപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ ഈ മൂലയിലേക്ക് നോക്കൂ, അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വന്ന് ഒരു 2 വീലർ വന്നാൽ എവിടേക്ക് ഈ വണ്ടി ഇറക്കിക്കൊണ്ടു പോകും. പെൺകുട്ടികൾ ഒക്കെയാണ് ഇങ്ങനെ 2 വീലർ ഓടിച്ചിട്ട് പോണത്. ഈ അവിടുന്ന് ഒരു വലിയ വണ്ടി, സ്കൂൾ വണ്ടികളൊക്കെ വലിയ വണ്ടികളാണ് ഇവിടെ വന്നിട്ട് ഈ ടേണിങ് ഇപ്പം നിങ്ങൾ കാണണം. ഇത്രയും അപകടം പിടിച്ച ഒരു ടേണിങ് ഈ ഭാഗത്തില്ല. മുഴുവൻ റോഡുകളും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഈ അവസ്ഥ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെയും കരിമ്പുഴ പഞ്ചായത്തോ മെമ്പറോ ഈ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ഈ റോഡിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കരിമ്പുഴ പഞ്ചായത്തിലെ പ്രസിഡൻറ്റും ഭരണസമിതിയും ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡിന് ഇതിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി ആൾക്കാർക്കും കുട്ടികൾക്കും സ്കൂളിൽ പോകാനുള്ള കുട്ടികൾക്കും ആൾക്കാർക്ക് യാത്രയായിട്ട് പോകാനും ബസ് സൗകര്യങ്ങളും പോകുന്നതിനും വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യമുള്ളത്. ഈ ആവശ്യം പരിഗണിക്കുന്നില്ല എങ്കിൽ തുടർന്ന് ഞങ്ങൾ ബഹുദൂരം പോകുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ സമരപരിപാടികളിലേക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും. അതേസമയം നടപ്പ് വാർഷിക പദ്ധതിയിൽ മെയിൻ്റെനൻസ് ഗ്രാന്റ് ഇനത്തിൽ 10 ലക്ഷം രൂപ റോഡ് നവീകരണത്തിന് അനുവദിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. കഴിഞ്ഞ വർഷം ഈ വാർഡിലെ മറ്റൊരു റോഡിനാണ് ഫണ്ട് നീക്കിവെച്ചതെന്നും പ്രസിഡന്റ് പറഞ്ഞു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം കിട്ടിയ ഫണ്ട് കോട്ടപ്പുറം 16 മുതൽ കാവുണ്ടയിലെ പള്ളി വരെ ഉള്ള റോഡിലേക്കാണ് 10 ലക്ഷം രൂപ 2 ഘട്ടമായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഈ വരുന്ന 24-25 വാർഷിക പദ്ധതിയിൽ വരുന്ന മെയിൻ്റെനൻസ് ഫണ്ട് നമുക്ക് ഈ കണ്ണീർക്കാവ് കാവുണ്ട ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടി നീക്കിവെക്കാൻ സാധിക്കും. ഇനി വാർഡിലേക്ക് നമ്മൾ ഭരണപ്രതിപക്ഷമില്ലാതെ എല്ലാവർക്കും കൊടുക്കുന്ന ഫണ്ടാണിത്, മെയിൻ്റെനൻസ് ഫണ്ട്. അപ്പോൾ വാർഡ് മെമ്പറാണ് ഏത് റോഡിലാണ് വെക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് വാർഡ് മെമ്പറാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അടുത്ത മെയിൻ്റെനൻസ് ഫണ്ട് കിട്ടുമ്പോൾ 10 ലക്ഷം രൂപ വാർഡിലേക്ക് കൊടുക്കുകയും അത് പ്രസ്തുത വാർഡിൽ ഉപയോഗിച്ച് അത് ഗതാഗത യോഗ്യമാക്കണം എന്ന് നമ്മളോട് നിർദ്ദേശിക്കുകയും ചെയ്യാം. ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് ശ്രീകൃഷ്ണപുരം സംഗീതശില്പം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കും. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരൻ ഉണ്ണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെഗാ തൊഴിൽമേള, ലഹരി ബോധവൽക്കരണ ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, തൊഴിൽ പരിശീലനത്തിന് സഹായം, സാന്ത്വന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അടുത്ത വർഷം ക്ലബ്ബ് നടപ്പിലാക്കുമെന്ന് പ്രസിഡന്റ് A. ജ്ഞാനാംബിക, നിയുക്ത പ്രസിഡന്റ് S. മോഹനൻ, നിയുക്ത സെക്രട്ടറി P. കൃഷ്ണദാസ്, EV വിശ്വനാഥൻ, മുൻ പ്രസിഡന്റ് KK രാമകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഠനത്തിൽ മികവ് കാട്ടുന്ന പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ പഠനച്ചെലവ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചതായും
ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ഒരു ഡിസ്ട്രിക്ട് ഗവർണർക്ക് ഒരു ടീമുണ്ട്. ആ ടീം വെച്ചിട്ടാണ് പ്രോജക്റ്റുകൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുക. ഒരു വർഷത്തെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആ പ്രോജക്റ്റുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അതിനൊരു മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഡിസ്ട്രിക്ട് DG's പ്രയോറിറ്റി വരിക. ഡിസ്ട്രിക്ട് ഗവർണറുടെ മുൻഗണന അനുസരിച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ ആ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ പരിപാടികൾ ചെയ്യുന്നത്. ഒരു മെഗാ ജോബ് ഫെയർ ഒരു വർഷം നമ്മുടെ ക്ലബ്ബ് സംഘടിപ്പിക്കേണ്ടത് അതൊരിക്കൽ കൂടിയാണ് നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം. അന്ന് നമുക്ക് 50 പേർക്ക് നേരിട്ടും ഏകദേശം 250 പേര് ഷോർട്ട് ലിസ്റ്റ് ആയി. അതിൽ നമ്മൾക്ക് ഫീഡ്ബാക്ക് തന്ന ഒരു 50-60 പേര്, അങ്ങനെ 100-ൽ പല ആളുകൾക്ക് 100 to 125 വരെ ആളുകൾക്ക് അഭ്യസ്തവിദ്യരായ യുവാക്കൾക്ക് തൊഴിൽ കിട്ടുന്നതിൽ നമ്മളുടെ ക്ലബ്ബും ഒരു ഭാഗവാക്കായി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമുണ്ട്. വാണിജ്യ വാർത്തകൾ. ഇന്ത്യൻ വിദേശ യാത്രകൾ, ഹജ്ജ്, ഉംറ സേവനങ്ങൾ എന്നിവ ലഭ്യമാക്കി ഗ്ലോബൽ സഫാരി ടൂർസ് ആൻഡ് ട്രാവൽസ് മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ കടലുണ്ടി സംരംഭം ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസവും ഉംറ യാത്രയും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള തീർത്ഥാടന യാത്രകളും ഗ്ലോബൽ സഫാരിയിൽ നിന്നും ഉണ്ടായിരിക്കും. ഇന്ത്യൻ വിദേശയാത്രാ സേവനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളൊരുക്കിയാണ് ഗ്ലോബൽ സഫാരി ടൂർസ് ആൻഡ് ട്രാവൽസ് കോട്ടോപ്പാടത്ത് പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനം ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ റഷീദ് സഖാഫി ഏലംകുളം, ഗ്രാമപഞ്ചായത്ത് അംഗം KT അബ്ദുള്ള, ജലീൽ ഫൈസി, സൈദലവി റഹ്മാനി, സാലിം മിസ്ബാഹി, ഹബീബ് ഫൈസി കോട്ടപ്പാടം, കാഞ്ഞിരത്തിൽ മുഹമ്മദ് ഹാജി, KM മുഹമ്മദ് അലി, നജീബ് അസരി, റസാഖ് സഖാഫി പുത്തൂർ, നൌഷാദ് സഖാഫി, റഫീഖ് സഖാഫി പുത്തൂർ, AP ഷെരീഫ്, അസ്കർ, നവാസ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. സ്ഥാപനത്തിൽ നിന്നും ആദ്യ ഈജിപ്ത് യാത്രയ്ക്കുള്ള പാസ്പോർട്ട് KM മുഹമ്മദ് അലിയിൽ നിന്നും ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങൾ കടലുണ്ടി സ്വീകരിച്ചു. പരിചയസമ്പന്നരായ അമീർമാരുടെ നേതൃത്വത്തിലുള്ള ഉംറ യാത്ര സ്ഥാപനത്തിൽ നിന്നും എല്ലാ മാസവും ഉണ്ടായിരിക്കും. കൂടാതെ ഈജിപ്ത്, മൊറോക്കോ, ഇറാഖ്, അജ്മീർ, ഡൽഹി, ആഗ്ര തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയും മികച്ച സൗകര്യങ്ങളോടെ ഗ്ലോബൽ സഫാരി ട്രാവൽസ് ഒരുക്കുന്നുണ്ട്. UAE വിസിറ്റിംഗ് വിസ, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, പാസ്പോർട്ട് സർവീസ്, ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടാതെ ട്രെയിൻ, ഷിപ്പ് ടിക്കറ്റ് എന്നിവയും ലഭ്യമാണ്. സർക്കാരിൻ്റെയും സർക്കാർ ഇതര ഓൺലൈൻ സേവനങ്ങളും കോട്ടോപ്പാടം ഗ്ലോബൽ സഫാരി ട്രാവൽസിൽ നിന്നും ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. LDF ഭരിക്കുന്ന തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി. CPI അംഗം ജോർജ് തച്ചമ്പാറ അംഗത്വം രാജിവെച്ച് BJPയിൽ ചേർന്നു. 8 അംഗങ്ങളുണ്ടായിരുന്ന പഞ്ചായത്തിൽ LDFന് ഭൂരിപക്ഷം നഷ്ടമായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. LDF അംഗങ്ങളാണ് അവഗണിക്കുന്നുവെന്ന ആരോപണവുമായി ഭരണസമിതിയിൽ പ്രതിഷേധിച്ചത്. യോഗം അലങ്കോലമാക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ഭരണസമിതി. കടമ്പടിപ്പുറത്ത് 2 പേർക്ക് വെട്ടേറ്റു. സുഹൃത്തുക്കളായ പ്രസാദ്, ടോണി എന്നിവർക്കാണ് വെട്ടേറ്റത്. അക്രമത്തിന് പിന്നിൽ സാമ്പത്തിക തർക്കങ്ങളെന്ന് സൂചന. മഴ ശക്തിയാർജിച്ചതോടെ ചെളിക്കുളമായി വാണിയംകുളം കന്നുകാലി ചന്ത. ചളിയും മാലിന്യവും കോതകുറിശി റോഡിലേക്കും ഒലിച്ചെത്തുന്നു.
ചന്തയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പഞ്ചായത്ത് വീഴ്ച വരുത്തുന്നതായി കച്ചവടക്കാർ. ചന്ത നവീകരിക്കാൻ സർക്കാർ 1 കോടി രൂപ അനുവദിച്ചതായി പഞ്ചായത്ത്. കുമരമ്പത്തൂർ ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാടകീയത. അവസാന നിമിഷം പ്രസിഡന്റ് പദവി CPIക്ക് നൽകി CPM. ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനമെന്ന് CPM ഏരിയ സെക്രട്ടറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.